കാർഷിക വാർത്തകൾ. നാളികേരോൽപ്പന്നങ്ങളെ ബാധിച്ച ക്ഷാമം തുടരുന്നു. ജാതി വിലയിൽ ആശങ്ക, റബ്ബർ വിലയിൽ ഇടിവ്. നാളികേരോൽപ്പന്നങ്ങളെ ബാധിച്ച കടുത്ത ക്ഷാമം തുടരുന്നു. കൊപ്രയും പച്ചത്തേങ്ങയും കിട്ടുന്ന വിലയ്ക്ക് സംഭരിക്കാമെന്ന നിലപാടിലാണ് തമിഴ്നാട്ടിലെ വ്യവസായികൾ. കാങ്കയത്ത് വെളിച്ചെണ്ണ കിൻഡലിന് 32,300 രൂപയായി ഉയർന്നു. അവിടെ നിന്നും ഇത്ര ഉയർന്ന വിലയ്ക്ക് ചരക്ക് സംഭരിച്ച് കേരളത്തിൽ വിൽപ്പനയ്ക്കിറക്കിയാൽ നിരക്ക് കുത്തനെ ഉയർത്താൻ വിൽപ്പനക്കാർ നിർബന്ധിതരാവും. കൊച്ചിയിൽ റെക്കോർഡ് നിരക്കായ 29,900 രൂപയിലാണ് എണ്ണയുടെ ഇടപാടുകൾ നടക്കുന്നത്. മഴ കനത്തതോടെ നാളികേര വിളവെടുപ്പ് ഇവിടെ പൂർണ്ണമായും സ്തംഭിച്ചു. കനത്ത മഴയ്ക്കിടയിൽ വിൽപ്പനയ്ക്കിറങ്ങിയെന്ന ജാതിക്കയിൽ ജലാംശത്തോത് ഉയർന്നതായി ഒരു വിഭാഗം വ്യാപാരികൾ. ഉത്തരേന്ത്യൻ വ്യവസായികൾ ഗുണനിലവാരത്തിന്റെ പേരു പറഞ്ഞ് വിലയിടിക്കാൻ ശ്രമം തുടരുന്നു. ഔഷധ നിർമ്മാതാക്കൾ വിവിധ വിപണികൾ കേന്ദ്രീകരിച്ചാണ് ജാതിക്ക ശേഖരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നും നേരത്തെ ലഭിച്ച ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാർ സംഭരണം ഇതിനകം പൂർത്തിയാക്കി. മധ്യ കേരളത്തിൽ ജാതിക്ക തൊണ്ടൻ കിലോ 180 മുതൽ 220 രൂപയിലും ജാതിപ്പരുപ്പ് 450 മുതൽ 480 രൂപയിലും വിപണനം നടന്നു. തായ്ലൻഡിൽ കനത്ത മഴ തുടരുമെന്ന കാലാവസ്ഥാ വിലയിരുത്തലുകൾക്കിടയിൽ ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ ഷീറ്റ് വിറ്റുമാറാൻ തിടുക്കം കാണിച്ചു. ബാങ്കോക്കിൽ തുടർച്ചയായ 2ാം ദിവസവും റബ്ബർ വില കുറഞ്ഞ് കിലോ 198 രൂപയായി. പ്രതികൂല കാലാവസ്ഥയിൽ കേരളത്തിലും റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനായില്ല. ലഭ്യത കുറഞ്ഞതോടെ വ്യവസായികൾ കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില 20,000 രൂപയിൽ നിന്നും 20,100 ഉയർത്തി. 5ാം ഗ്രേഡ് 19,800 രൂപയായി കയറി. ആഭ്യന്തര വാങ്ങലുകാരും കയറ്റുമതിക്കാരും ഏലയ്ക്ക ലേലത്തിൽ സജീവമായിരുന്നു. വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ ശരാശരി ഇനം ഏലയ്ക്ക കിലോ 2,420 രൂപയിലേക്ക് ഉയർന്നപ്പോൾ മികച്ച ഇനങ്ങൾ 2,975 രൂപയിൽ കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ കയറ്റുമതി നിയന്ത്രണത്തിൽ ഇന്ത്യക്ക് ആശ്വാസം. പ്രകൃതി സൗഹൃദ പട്ടികയിൽ ഇന്ത്യൻ റബ്ബർ. യൂറോപ്യൻ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി രാജ്യങ്ങളുടെ ഗ്രേഡിംഗ് പുറത്തുവിട്ടതിൽ ഇന്ത്യൻ റബ്ബറിന് ആശ്വാസം. പ്രകൃതി സൗഹൃദ കൃഷി നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2020 ശേഷം ഇന്ത്യയിൽ വനം നശിപ്പിച്ച് റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് കാരണം. 75 വർഷമായി റബ്ബർ ബോർഡ് പരിപാലിച്ചു വരുന്ന ഇന്ത്യൻ തോട്ടങ്ങളുടെ രജിസ്ട്രി വഴിയാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ വിലയിരുത്തൽ. കൃഷിരീതി, കൃഷിയുടെ പഴക്കം, ഭൂവിവരം, നട്ട ഇനം, ടാപ്പിംഗ് രീതി, തൊഴിലാളികളുടെ എണ്ണം തുടങ്ങിയ അടിസ്ഥാന വിവരം ഇതിലുണ്ട്. 8.27 ലക്ഷം ഹെക്ടർ വരുന്ന ഇന്ത്യൻ തോട്ടങ്ങളിൽ 70% 50 മുതൽ 100 വർഷം വരെ പഴക്കമുള്ളതാണ്. അപകടരഹിത വിഭാഗത്തിൽ വന്നുവെങ്കിലും കയറ്റുമതി നിയന്ത്രണ നിയമത്തിന് മുന്നോടിയായി നടപ്പാക്കേണ്ട തോട്ടങ്ങളുടെ ജിയോ ടാഗിംഗ്, ബാച്ചുകളുടെ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനാകില്ല. പക്ഷേ തുറമുഖങ്ങളിൽ ചരക്ക് പരിശോധനയിൽ ഇളവ് കിട്ടും. ലോ റിസ്ക് കാറ്റഗറിയിൽ എന്ന വിവരണം ചരക്കിന്റെ പാക്കിനുമേൽ രേഖപ്പെടുത്താം. പരമ്പരാഗത ഉൽപാദക രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പം അപകടരഹിതമായ കൃഷി ചെയ്യുന്നവരുടെ പട്ടികയിൽ തായ്ലൻഡും വിയറ്റ്നാമും ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ചൈന, ഘാന എന്നിവയാണുള്ളത്. സ്റ്റാൻഡേർഡ് റിസ്ക് വിഭാഗത്തിൽ കംബോഡിയ, ഐവറി കോസ്റ്റ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ പുഞ്ച കർഷകർ ദുരിതത്തിൽ. മഴ മൂലം കൊയ്ത്ത് യന്ത്രങ്ങൾ വയലിലിറക്കാൻ പറ്റാത്ത സാഹചര്യം. മൂത്തുപാകമായ പുഞ്ചകൃഷി കൊയ്ത്തിന് പാകമാകവെയാണ് മഴ ശക്തമായത്. കനത്ത മഴയിൽ കൊയ്ത്ത് യന്ത്രങ്ങൾ വയലിൽ ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. വയനാട്ടിലെ കർഷകരാണ് രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നത്. മൂപ്പ് കുറഞ്ഞ വിത്താണ് പുഞ്ചകൃഷിക്ക് സാധാരണയായി ഉപയോഗിക്കാറ്. അതിനാൽ വെള്ളം കെട്ടി നിന്നാൽ നെൽമണികൾ കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പാകമായ നെല്ല് ഉടൻ കൊയ്തെടുത്തില്ലെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടം കർഷകർക്കുണ്ടാകും. മഴയ്ക്ക് ഉടൻ ശമനമുണ്ടായില്ലെങ്കിൽ കൃഷി വെറുതെയാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. അറബിക്കടൽ തീരത്ത് മുങ്ങിയ എലീസ 3 കപ്പലിൽ 500 ടൺ കശുവണ്ടിയുള്ളതായി റിപ്പോർട്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ ഒരുങ്ങി ഇറക്കുമതിക്കാർ. ആലപ്പുഴ തീരത്ത് മുങ്ങിയ എലിസ 3 എന്ന കപ്പലിൽ നിന്ന് ചരക്ക് നഷ്ടപ്പെട്ടതായി ഇറക്കുമതിക്കാർ. MIC ഷിപ്പിംഗ് ലൈൻസിനോട് കശുവണ്ടി ഇറക്കുമതിക്കാർ നഷ്ടപരിഹാരം തേടാൻ പദ്ധതിയിടുന്നതായാണ് സൂചന. ഖാനയിൽ നിന്ന് കയറ്റി അയച്ച ചരക്കിന്റെ അവസ്ഥയെക്കുറിച്ച് ഷിപ്പിംഗ് ലൈനുകളിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കശുവണ്ടി പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാൻ RK ബൂദിസ് പറഞ്ഞു.
കരാർ പ്രകാരം മെയ് 26-ന് തൂത്തുക്കുടിയിൽ അസംസ്കൃത കശുവണ്ടി എത്തിക്കേണ്ടതായിരുന്നു. എന്നാൽ കൊച്ചി തുറമുഖത്തേക്കുള്ള യാത്രാമധ്യേ കപ്പൽ മറിഞ്ഞു. ഗതാഗതത്തിനിടയിൽ ചരക്ക് നഷ്ടപ്പെട്ടോ എന്ന് ഷിപ്പിംഗ് ലൈൻ പറഞ്ഞിട്ടില്ലെന്നും അസംസ്കൃത കശുവണ്ടി ചരക്ക് മുങ്ങിയ കപ്പലിലാണെന്ന് വ്യാപാരം അനുമാനിക്കുന്നതായും ഹൂതിസ് പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അസംസ്കൃത കശുവണ്ടി സീസൺ ആരംഭിച്ചതിനാൽ കൂടുതൽ കശുവണ്ടി ചരക്കുകൾ എത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നേട്ടമായത് കശ്മീരിലെ വാൾനട്ട് വ്യവസായത്തിന് വിലയിൽ 20% വർധന. കേന്ദ്ര സർക്കാർ പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചത് കശ്മീരിലെ വാൾനട്ട് വ്യവസായത്തിന് നേട്ടമായി. അട്ടാരി വാഗ വ്യാപാരപാത അടച്ചുപൂട്ടിയതോടെ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന അഫ്ഗാൻ വാൾനട്ട് ഉൾപ്പെടെയുള്ള ഉണങ്ങിയ പഴങ്ങൾ രാജ്യത്തെത്തുന്നത് നിലച്ചു. ഈ നീക്കത്തെ തുടർന്ന് കശ്മീർ താഴ്വരയിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയിലും വിലയിലും പെട്ടെന്ന് വർധനയുണ്ടായി. വില 15 മുതൽ 20% വരെ ഉയർന്നിട്ടുണ്ടെന്ന് കശ്മീർ വാൾനട്ട് ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഹാജി ബഹാദൂർ ഖാൻ പറഞ്ഞു. വാൾനട്ട് കയറ്റുമതിയിൽ പരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം ശക്തമാണ്. $9.59 ബില്യൺ വിലമതിക്കുന്ന 1,90,960 കിലോഗ്രാം വാൾനട്ടാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ ഉൽപാദനം റെക്കോർഡിലേക്ക്. മുൻനിരയിൽ അരിയും ഗോതമ്പും. 2024-2025 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഭക്ഷ്യധാന്യ ഉൽപാദനം 353.95 ദശലക്ഷം ടണ്ണാകും. ഗോതമ്പിന്റെ ഉൽപാദനം 117.50 ദശലക്ഷം ടണ്ണാകുമെന്നും സർക്കാർ വ്യക്തമാക്കി. നെല്ല്, ഗോതമ്പ്, ചോളം, നിലക്കടല, സോയാബീൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വിളകളുടെ ഉൽപാദനത്തിൽ രാജ്യം റെക്കോർഡ് വർധനവ് കൈവരിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യായമായ വിലനിർണ്ണയം, നഷ്ടപരിഹാരം, കുറഞ്ഞ പലിശ വായ്പകൾ, രാജ്യത്തിന്റെ കരുതൽ ശേഖരം നിറയ്ക്കാൻ സഹായിച്ച വിവിധ കാർഷിക പദ്ധതികൾ എന്നിവയുൾപ്പെടെയുള്ള സർക്കാർ നയങ്ങളാണ് മികച്ച പ്രകടനത്തിന് കാരണമെന്ന് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 200, RSS 5 197, ലാറ്റക്സ് 147, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 68,600, കുരുമുളക് അൺഗാർബിൾ 66,600, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 29,900, കൊപ്ര 21,100, ചുക്ക് 22,500.